2 ദിവസമായി അമേരിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയറ്റി അയച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടുത്തെ രാജ്യസ്നേഹികളായ ഇന്ത്യക്കാരും ഇവിടുത്തെ പ്രതിപക്ഷവും പറയുന്നതും നമ്മളെ സംഖ്യകൾ കേൾക്കുന്നു, പൊട്ടന്മാരായ സംഖ്യകൾ കേൾക്കുന്നതും രണ്ടാണ്. നമ്മളെന്താ പറയുന്നത്, അമേരിക്ക ഓക്കെ കുടിയേറ്റക്കാരെ കയറ്റി വിടണം, നല്ലത് തന്നെ, അങ്ങനെ തന്നെ വേണ്ട രാജ്യമായി കഴിഞ്ഞാൽ. പക്ഷെ അതിനൊരു മാനദണ്ഡമില്ല, ഇവിടെ ഒരു മനുഷ്യത്വം ഇല്ലേ? പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, ഇത്തിരി വികസിതമായ രാജ്യം, മറ്റുള്ള രാജ്യങ്ങൾ ബഹുമാനിക്കുന്ന രാജ്യത്തെ ആൾക്കാരെ അവർ കയറ്റിവിടുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്തെ ആക്രമിച്ചിട്ട് ഒരുപാട് ആളെ കൊന്ന കുറ്റവാളികളെയും നല്ല തീവ്രവാദികളെല്ലാം കയറ്റിവിടുന്ന ഒരു ടൈപ്പിലല്ലേ അവർ കയറ്റിവിടുന്നത്. അതിനല്ലേ നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ഈ സംഖ്യകളെന്നാ പറയുന്നത്, അത് കയറ്റിവിടണ്ടേ, അങ്ങനെയല്ലേ വേണ്ടത്. നമ്മൾ പറയുന്നത് അത് തന്നെയാണോ കയറ്റിവിടണം, പക്ഷേ അതിനൊരു മാനദണ്ഡമുണ്ട്. അതാണ്. പക്ഷേ ഈ സംഖ്യകൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ഇതിൻ്റെ തമ്പനയിൽ വെക്കാൻ ഉദ്ദേശിച്ചത് എന്താ അറിയാം, പിന്നെ സംഖ്യകളെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ മാനദണ്ഡമുണ്ട്. ഫേക്കായിട്ടുള്ള തമ്പനയിലും പിന്നെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ തമ്പനയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബ് തന്നെ റിപ്പോർട്ട് അടിച്ച് കളയും. അതുകൊണ്ടാണ് അത് സംഖ്യകളെ മനസ്സിലാക്കിക്കൊന്നതിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ നമ്മളെ റിപ്പോർട്ടറിലെ അരുൺകുമാറിലെ 1 മിനിറ്റ് കൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞ വാചകം വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് സംഖ്യകളെ അണ്ണാക്കിലടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇനി ഞാൻ ഇന്ദിരാഗാന്ധി എന്ന നമ്മുടെ പ്രധാനമന്ത്രി 1971 റിച്ചാർഡ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഹെൻറി കിസിഞ്ചറോടും നിക്സണോടും നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അമേരിക്കൻ കപ്പലുകളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇത്തരം ഭീഷണികളിൽ പതറുന്ന രാജ്യമല്ല ഇന്ത്യ. പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അത് പാടില്ലെന്നും പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ചൈന പാകിസ്ഥാന്റെ പക്ഷം ചേരുമെന്നും ആ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും ഹെൻറി കിസിഞ്ചർ വഴി സന്ദേശം അയച്ചത് റിച്ചാർഡ് നിക്സൺ ആണ്. റിച്ചാർഡ് നിക്സനെ വൈറ്റ് ഹൗസിൽ വിളിച്ച് 7th ഫ്ലീറ്റ് ഞങ്ങൾ അയക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ വാചകമാണ്, അമേരിക്കൻ കപ്പലുകളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. 7ാം നാവിക കപ്പൽ 7th ഫ്ലീറ്റ് ഇന്ത്യൻ ഓഷനിൽ ഇറങ്ങിയാൽ ഇത്തരം ഭീഷണികളിൽ പതറുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകിയ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അരുൺകുമാർ ഇന്ദിരാഗാന്ധിനെ പറ്റി പറഞ്ഞിട്ട് രോമ എഴുന്നേക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാർ ആത്മാഭിമാനവും രാജ്യസ്നേഹമുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെയും രോമ എഴുന്നേക്കും. പക്ഷേ സംഖ്യകളെ എഴുന്നേക്കില്ല. കാരണം സംഖ്യക്ക് ആത്മാഭിമാനവും ദേശസ്നേഹവും ഇല്ലല്ല. അവർക്ക് കാല് നോക്കിയിട്ടും എന്താ പറയണ്ടേ, മാപ്പ് പറഞ്ഞിട്ടുള്ള ചരിത്രമല്ലേ ഉള്ളൂ. അല്ല, ഷീത് പണിക്കർ എന്ന് പറഞ്ഞൊരു സംഖ്യ നിരീക്ഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ നമ്മുടെ മേഴ്സിഡീസ് കാറിലാണോ ഈ കുടിയേറ്റക്കാരെ തിരിച്ചേക്കേണ്ടത്? മേഴ്സിഡീസ് കാറിൽ നമ്മുടെ മാനതയുണ്ട്. ഷീത് പണിക്കർ നിങ്ങളെ പോലീസ് അറസ്റ്റ് കഴിഞ്ഞാൽ പഠിക സിനിമയിലെ പോലെ മോഹൻലാലിനെ ടൗസർ കൊണ്ടുപോകുമ്പോഴാണ് കൊണ്ടുപോകല്ല. അനക്ക് ഈ അരുൺകുമാർ പറഞ്ഞത് എടുത്ത സംഖ്യയോട് പറയാനുള്ളൂ. ഇങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, എന്താണ് സ്ത്രീ ആയിരുന്നിട്ടും എന്നിട്ട് ഇത്രയും പവറോടെ. കാരണം എൻ്റെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഏത് ടീം വന്നു കഴിഞ്ഞാലും, കാരണം അന്നേരം അമേരിക്കയ്ക്ക് ഇല്ലാത്ത ആയുധങ്ങളില്ല. പക്ഷേ ഇന്ത്യൻ്റെ കയ്യിൽ ആയുധങ്ങൾ വളരെ കുറവാണ്. എന്നാലും ഞങ്ങൾ നേരിടുമെന്ന് പറഞ്ഞിട്ട് ആത്മാഭിമാനമുള്ളൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അവിടെയാണ് നിങ്ങൾ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ബബ്ബബ്ബി അടിക്കുന്നത്. സംഖ്യകളെ മനസ്സിലാക്കാൻ പറഞ്ഞല്ല, മറ്റുള്ളവർ ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ.